നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാനും സ്വദേശി തൊഴിലാളികളുടെ തൊഴിൽ ഉറപ്പാക്കാനുമായി എംപിമാർ ബഹ്റൈൻ പാർലമെന്റിൽ പുതിയ നയം അവതരിപ്പിച്ചു. ലൈസൻസിംഗ് നടപടികൾ, തൊഴിലാളികളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നയത്തിൽ എംപിമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെ ബഹ്റൈൻ പൗരന്മാർക്ക് മത്സ്യബന്ധന മേഖലയിലെ ജോലി സ്ഥിരത ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. പ്രവാസി തൊഴിലാളികളായ 50 പേരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്ത് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം 15 മില്യൺ ദിർഹമാണ് തൊഴിലാളികൾക്ക് സെപ്റ്റംബറിൽ വിതരണം ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ കമ്പനിയിലെ തൊഴിലാളികളുടെ വേതന കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായാണ് പണം നൽകിയതെന്ന് അധികൃതർ വിശദീകരിച്ചു. സഹപാഠികളെ ആക്രമിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെ ശിക്ഷിച്ച് അൽ ഐൻ സിവിൽ കൊമേഴ്ഷ്യൽ കോടതി. 2 കേസുകളിലായി 65,000 ദിർഹം പിഴ ശിക്ഷയാണ് മാതാപിതാക്കൾക്ക് കോടതി വിധിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് രക്ഷിതാക്കൾ നിയമപരമായി ഉത്തരവാദികളാണെന്ന സിവിൽ ട്രാൻസാക്ഷൻ നിയമത്തിലെ ആർട്ടിക്കിൾ 313 അടിസ്ഥാനമാക്കിയാണ് കോടതി വിധി. മനുഷ്യക്കടത്ത്, വ്യാജ സ്വദേശിവൽക്കരണം, തൊഴിലാളികളുമായുള്ള ബന്ധത്തിൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുക എന്നീ വിഷയങ്ങളിൽ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ യുഎഇയിലെ ബിസിനസ് സെന്ററുകളുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. മദ്യപിച്ച് വാഹനമോടിച്ച് ഗുരുതരമായ റോഡപകടമുണ്ടാക്കുകയും യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഡ്രൈവർ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ദുബായ് സിവിൽ കോടതി ഉത്തരവിട്ടു. കാർ ഇൻഷുറൻസ് കമ്പനിക്ക് 10 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാനാണ് ഉത്തരവ്. അമിത വേഗതയിലായിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ ബാരിയറിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.